നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റ് നാണക്കേടിന്റെ കയത്തിൽ വീണ് 2 മാസമാകാറായി. എന്നിട്ടും തങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റതെന്ന് ഇപ്പോഴും മനസ്സിലാക്കാതെ കാരണം തേടി അലയുന്ന CPMന്റെ കഷ്ടകാലവും പരിഹാസ്യമായ അവസ്ഥയുമാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തേക്ക് നിശ്ചയിച്ച CPM സംസ്ഥാന സമിതി യോഗം കേന്ദ്ര കമ്മിറ്റിയുടെ കനത്ത പ്രഹരവും തിരുത്തൽ റിപ്പോർട്ടും വന്നതോടെ ഒറ്റ ദിവസം കൊണ്ട് ധൃതി പിടിച്ച് അവസാനിപ്പിച്ച് ഒളിച്ചോടിയിരിക്കുകയാണ് നമ്മുടെ സഖാക്കൾ. സംസ്ഥാന നേതൃത്വത്തിന് വൻ വീഴ്ച പറ്റി. ഉന്നത നേതാക്കളുടെ അഹങ്കാരവും ആവനാഴിയും കാരണമാണ് ജനങ്ങൾ ഈ ഒരു തിരിച്ചടി തന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തിയപ്പോൾ ഒരു വാക്കുപോലും എതിർത്ത് പറയാൻ കഴിയാതെ കേന്ദ്ര ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മുന്നിൽ തലകുനിച്ചിരിക്കുകയായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ. പ്രാദേശിക നേതൃത്വങ്ങളുടെ തലയിൽ തോൽവിയുടെ ഉത്തരവാദിത്വം കെട്ടിയേൽപ്പിച്ച് തടിയൂരാൻ നോക്കിയ AKG സെന്ററിലെ ഉന്നതർക്ക് കേന്ദ്ര നേതൃത്വം നൽകിയ താക്കീത് ചെറുതൊന്നുമല്ല. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ പരസ്യമായി പിന്തുണച്ചതും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ അനാവശ്യ നാടകം കളിച്ചതും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം VN വാസവനെ കൊണ്ട് വായിപ്പിച്ചതും ഗുരുതര വീഴ്ചയാണെന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ മിണ്ടാട്ടമില്ലാതെ അതെല്ലാം വിഴുങ്ങേണ്ടി വന്നു നമ്മുടെ സംസ്ഥാന നേതാക്കൾക്ക്. കഴിഞ്ഞ 10 വർഷക്കാലം ഇടത് സർക്കാർ കേരളം ഭരിച്ചപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ ജനങ്ങളും പ്രതിപക്ഷവും എത്രയോ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തി. ശബരിമല ആചാര ലംഘനത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു? KSEBയിലെയും ദേവസ്വം ബോർഡിലെയും സ്വർണ്ണക്കൊള്ളയിലും കമ്മീഷൻ അഴിമതിയിലും ജനങ്ങൾ ശബ്ദമുയർത്തിയപ്പോൾ ഇവർ ബധിരരായിരുന്നു. അന്നൊക്കെ പൊതുജനങ്ങളും മാധ്യമങ്ങളും ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊക്കെ മാധ്യമ സിൻഡിക്കേറ്റ് ആണ്, അത് തങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് അഹങ്കാരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നവരാണ് ഈ ഒരു സഖാക്കളൊക്കെ തന്നെ. അന്നൊന്നും ജനങ്ങളുടെ അമർഷം കാണാനോ കേൾക്കാനോ തയ്യാറാകാതിരുന്ന നേതാക്കൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ തിരിച്ചടിയിൽ തോൽവിയുടെ കാരണം തപ്പി പരക്കം പായുകയാണ്. 10 കൊല്ലം ഭരിച്ച് നാടിനെ കടക്കണിയിലാക്കുകയും ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുകയും പോലീസിനെ കൊണ്ട് അതിക്രമം കാണിക്കുകയും ചെയ്തപ്പോൾ ഇതൊന്നും തോൽവിക്ക് കാരണമാകില്ല എന്ന് വിചാരിച്ച് ഇവർക്ക് ഇപ്പോഴാണ് ബുദ്ധി ഉദിച്ചത്. ഇനി നമ്മൾ കാണേണ്ടത് കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കി കൊണ്ടുപോയ തട്ടിക്കൂട്ട് അവലോകന റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി എങ്ങനെയാണ് കീറിയെറിഞ്ഞതെന്നാണ്. 4 പ്രധാന വിഷയങ്ങളിലേക്കാണ് കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന നേതാക്കളുടെ മുന്നിൽ വെച്ച് വിചാരണ ചെയ്തത്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം നടത്തിയപ്പോൾ അതിനെ എതിർത്തില്ലെന്ന് മാത്രമല്ല, ചില സംസ്ഥാന നേതാക്കൾ വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ച് സംസാരിച്ചുവെന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് വലിയ തെറ്റായ പ്രചാരണത്തിന് വഴിവെച്ചുവെന്ന് സംസ്ഥാന നേതൃത്വം ന്യായീകരിക്കാൻ നോക്കിയപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ VN വാസവൻ BJP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം യോഗത്തിൽ വായിച്ചത് ഗുരുതരമായ വീഴ്ചയാണെന്ന് കേന്ദ്രം മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. കണ്ണൂർ തളിപ്പറമ്പ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിൽ ജില്ലാ കമ്മിറ്റിക്ക് മാത്രമാണ് വീഴ്ച പറ്റിയതെന്ന് സംസ്ഥാന നേതാക്കൾ കൈകഴുകാൻ നോക്കിയപ്പോൾ അതല്ല, അത് കണ്ടിട്ടും തിരുത്താൻ തയ്യാറാകാത്ത സംസ്ഥാന നേതാക്കൾക്കാണ് പ്രധാന ഉത്തരവാദിത്തം എന്ന് കേന്ദ്ര കമ്മിറ്റി തിരുത്തിപ്പിച്ചു. PM ശ്രീ പദ്ധതിയിൽ CPI ഉന്നയിച്ച വിമർശനങ്ങൾ തെറ്റായ പ്രചാരണത്തിന് വഴിവെച്ചുവെന്ന് പഴിചാരിയപ്പോൾ CPIയെ കുറ്റം പറയേണ്ട, ഘടകകക്ഷികളുമായി കൂട്ടായ ചർച്ച നടത്താത്തതും അവരെ വിശ്വാസത്തിലെടുക്കാത്തതുമാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഇത്രയും നാൾ അഹങ്കാരത്തോടെ തള്ളിമറിച്ച സംസ്ഥാന നേതാക്കൾക്ക് കേന്ദ്ര ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മുന്നിൽ ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. ഇനിയാണ് CPMന്റെ അടുത്ത നാടകം വരാൻ പോകുന്നത്. തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ ഇനി വരുന്ന സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ കോഴിക്കോട് വെച്ച് വിശാല സംസ്ഥാന സമിതി ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ അവിടെയും ഒരു പ്രശ്നമുണ്ട്. വിശാല സംസ്ഥാന സമിതിയിൽ താഴെത്തട്ടിലുള്ള ഏരിയ സെക്രട്ടറിമാരെ കൂടെ പങ്കെടുപ്പിക്കണമെന്ന ആവശ്യമുയർന്നപ്പോൾ സംസ്ഥാന നേതൃത്വം അത് വെട്ടിനിർത്തി. എന്തുകൊണ്ടാണ് ഏരിയ സെക്രട്ടറിമാരെ പങ്കെടുപ്പിക്കാത്തത് എന്നറിയാമോ? തൊഴിലാളികളും സാധാരണക്കാരായ അണികളുമായി നേരിട്ട് ബന്ധമുള്ള ഏരിയ സെക്രട്ടറിമാർ യോഗത്തിൽ വന്നാൽ 10 വർഷം കൊണ്ട് സംസ്ഥാന നേതാക്കൾ കാട്ടിക്കൂട്ടിയ അഴിമതികളും അഹങ്കാരങ്ങളും വിളിച്ചു പറഞ്ഞ് നേതാക്കളുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരും. ആ പേടി കാരണമാണ് ഏരിയ സെക്രട്ടറിമാരെ മാറ്റി നിർത്തി സ്വന്തം ഇഷ്ടക്കാരായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ മാത്രം വെച്ച് കോഴിക്കോട് വെച്ച് വീണ്ടും അടച്ചിട്ട മുറിയിൽ നാടകം കളിക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ നൽകിയ പ്രഹരം കണ്ടിട്ടും പഠിക്കാത്ത ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ ഇനിയും അണികളുടെയും പൊതുജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടാമെന്നാണ് കരുതുന്നത്. തോൽവിക്ക് കാരണം തിരക്കി യോഗം വിളിച്ചു കൂട്ടുന്ന CPM നേതാക്കൾ ഒരു കാര്യം തിരിച്ചറിയണം. ജനങ്ങളെ വിഡ്ഢികളാക്കി ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർത്ത് പാർട്ടി അഹങ്കാരം കാണിച്ചതാണ് ഈ തിരിച്ചടിക്ക് പ്രധാന കാരണമായത്. പ്രാദേശിക അണികളുടെ മേൽ കുറ്റം ചാരി തടിയൂരാൻ നോക്കിയ നേതാക്കൾക്ക് കേന്ദ്ര കമ്മിറ്റി നൽകിയ പ്രഹരം കനത്തതാണ്. സെപ്റ്റംബറിൽ കോഴിക്കോട് നടക്കാൻ പോകുന്ന വിശാല സംസ്ഥാന സമിതിയിലെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറയാൻ സഖാക്കൾ തയ്യാറാകണം. ജനവികാരം മാനിക്കാതെ അഹങ്കാരം തുടരുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുള്ള താക്കീതായി തെരഞ്ഞെടുപ്പ് തോൽവിയെ CPM കാണണം.